ഞാൻ ആ ഫിറോസ് ഖാൻ പറയുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫിറോസ് ഖാൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയാം, ഇവന് ഭ്രാന്താണോടാ, ഇവനെന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഒരു പെണ്ണ് വിട്ടുപോയി എന്ന് വെച്ചിട്ട് ഇവൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടലാണ് കാണിക്കുന്നത്. അതായത് ഇവൻ്റെ ഭാര്യ പോയി എന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരു സൈഡിലൂടെ കരയുന്നുണ്ട്. പിന്നെ ഒരു ഭാര്യ പോയി എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും ഉണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ നാദിറ മെഹറിൻ എന്ന് പറയുന്ന നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉള്ളത്, അവരുടെ വീട്ടിൽ കൂടലിന് പോയപ്പോൾ രണ്ടുപേരും ഭയങ്കര ലോക്യത്തോട് കൂടിയിട്ട് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറുന്നൊക്കെ പറഞ്ഞ പാട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഭയങ്കര ഇതും വീണ്ടും കൂടി ചേർന്നൂടെ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ. അതായത് ആ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും ചിരിപ്പിക്കുമ്പോഴും നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കുമ്പോഴും ആ മനുഷ്യൻ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ വിഷമങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അയാളുടെ കുടുംബം നശിപ്പിച്ച ഒരുത്തനെ പറ്റിയിട്ട് ഈ പിന്നെ സജ്ന അതുപോലെ തന്നെ ഫിറോസ് രണ്ടുപേരും നല്ല നിലയിൽ ജീവിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ വന്നത്. അന്ന് വിട്ടുപോയപ്പോഴും ഞാനടക്കമുള്ള എല്ലാവരും മലയാളികളെല്ലാവരും പറഞ്ഞു ആ പെണ്ണ് ഇവൻ്റെ അടുത്തൊന്ന് ജീവനും കൊണ്ട് ഓടിയതാണെന്ന്. മനസ്സിലാക്കണം നിങ്ങൾ, നമുക്കൊന്നും അറിയില്ലല്ലോ, ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയില്ലല്ലോ. അന്നു മുതൽ ഈ ഫിറോസ് ഖാൻ്റെ ഈ പിന്നെ എന്താ പറയുക കുഞ്ഞു മനസ്സുണ്ടല്ലോ അതിങ്ങനെ വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ആൾക്കാരെ അറിയിക്കും, ഇത് ഏത് തരത്തിലാണ് പുറത്തു വരിക? ഏതായാലും കഴിഞ്ഞ ഒരു ലൈവിൽ ഈശ്വരനുണ്ട് എന്ന് പറയുന്നത് പോലെ അത് ഞങ്ങൾ 4 വർഷമായി പ്രണയത്തിൽ നിന്നുള്ള ഒരേ ഒരു വാക്ക്, ആ വാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ഖാൻ ഇത്രയും നാൾ കരഞ്ഞ കണ്ണീര് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകിപ്പോയി. അത്രത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു വാക്കായിരുന്നു, കേരളം മുഴുവൻ ഞെട്ടിയ വാക്ക്. അത് നീലക്കുയിൽ എന്ന് പറയുന്നവൻ എന്തൊക്കെ തെറി പറഞ്ഞു കഴിഞ്ഞാലും അവൻ 24 മണിക്കൂറും ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആ സംഭവം പിടിച്ചെടുത്തില്ലേ. ഇല്ലെങ്കിൽ ഇത് ഒരാൾ പോലും അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അബദ്ധം മനസ്സിലാക്കി അവർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ് ഇത് ഡിലീറ്റ് ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷമായി എന്ന് പറയുമ്പോൾ ഈ സജ്ന ഫിറോസും പിരിഞ്ഞിട്ട് 2 വർഷമാകുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിനും 2 വർഷം മുന്നേ ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. അപ്പോൾ ഇവരുടെ ജീവിതം നശിപ്പിച്ചത് കൃത്യമായി പറഞ്ഞാൽ അയാൾ തന്നെയല്ലേ, ആ പൂക്കുറ്റി തന്നെയല്ലേ. അതാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്ന പോലെയല്ല ചില കാര്യങ്ങൾ. ഇന്നും ഒരുപാട് കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. ഏതെങ്കിലും ഒരു പണക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ചില സ്ത്രീകൾക്കെന്ന് പറഞ്ഞാൽ പണക്കാർ മാത്രമേ വേണ്ടൂ, അല്ലെങ്കിൽ ആ പണക്കാരന് കുടുംബമുണ്ടോ അവന് ഇതുണ്ടോ ഒന്നും ആലോചിക്കൂല. ഏതെങ്കിലും ഒരു പണക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ അവനുമായിട്ട് പിന്നീടുള്ള കറക്കം, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയത്തില്ല. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെയും അറിയിക്കാനും പറ്റില്ല, എന്ത് ചെയ്യും? അങ്ങനെ ഒരുപാട് ഉരുകി തീരുന്ന ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ തന്നെ ചില ആണുങ്ങളായി കഴിഞ്ഞാലും ഇതുപോലെ പണക്കാരി പെണ്ണുങ്ങളെ കൂടെ അടിച്ചുപൊളിച്ച് കറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയും കുറേ കുടുംബങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു യുഗത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു നേർച്ച പോലെയാണ്. അതായത് എല്ലാവർക്കും ഒന്ന് സ്റ്റെപ്പായിട്ടും വേണം, ഒന്ന് ഇതായിട്ടും വേണം എന്നുള്ള തരത്തിൽ ചില ആൾക്കാരുടെ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു ലേഡി ഒരു ഉളുപ്പുമില്ലാതെ വന്ന് പറയുകയാണ്, എൻ്റെ ഭർത്താവിനൊരു കുഴപ്പവുമില്ല, എനിക്ക് വേറെയും ആൾക്കാരുണ്ട്, ഞാൻ അവരുടെ കൂടെ പുറത്ത് വേഗം, ഞാൻ അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ കടൽത്തീരത്ത് വേഗം ഐസ്ക്രീം കഴിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനോട് ഞാൻ ചിലപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ അങ്ങേര് വന്ന് നോക്കും, എൻ്റെ ഭർത്താവിനെ കെട്ടിയവൻ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് ഉളുപ്പില്ലാതെ പറയുന്നത്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. ഈ കൂടെ നടക്കുന്നവൻ്റെ ഭാര്യേൻ്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതും കൂടി എന്നാൽ പറയണമായിരുന്നു. ഓൻ്റെ ഭാര്യയ്ക്കും ഭയങ്കര ഇഷ്ടമാണെന്ന്. ആ വീട്ടിലെ കുടുംബം തകർത്തുകൊണ്ടായിരിക്കും ഈ സ്ത്രീ ഇവൻ്റെ കൂടെ ചേരുന്നത്. അപ്പോൾ ഭർത്താവ് എന്ന് പറയുന്ന കിഴങ്ങൻ ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയുക, ചില്ലറ നല്ലോണം കിട്ടുന്നുണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും. കാരണം വെച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ പോന്നോട്ടെ എന്നുള്ള തരത്തിൽ അങ്ങനെയുള്ള കുറേ പോഴന്മാരും നമ്മളെ ഇടയിലുണ്ട്. നമ്മളില്ലാന്നൊന്നും വിചാരിക്കേണ്ട. നമ്മളെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നന്മയുള്ള ലോകമാണ്. അല്ലെങ്കിൽ ഇതാണ് ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവിതം നശിക്കും, ഇല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ജീവിതം നശിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ. ആ ഒരു ട്രെൻഡിലൂടെയാണ് ഫിറോസ് ഖാനെ നമ്മളെല്ലാവരും വട്ടനാക്കിയ, അല്ലെങ്കിൽ ഇയാൾ എന്താ കാണിക്കുന്നത്, ഇയാൾക്ക് വേറെ കല്യാണം കഴിച്ചൂടെ, ഇയാളുടെ ആദ്യ ഭാര്യയെ ചതിച്ചതിന് കിട്ടിയ ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനെ കളിയാക്കിയതിന് കണക്കും കഴിയുമില്ല. എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ശരിക്കും ആ മനുഷ്യനോട് മാപ്പ് ചോദിക്കാൻ തോന്നുന്നു. നമ്മളിവരെ കളിയാക്കിയിട്ടുണ്ട്. അയാളുടെ മനസ്സിലുള്ളത് എന്നിട്ടും അയാൾ തുറന്നു പറഞ്ഞിട്ടില്ല. അയാൾ ഏതെങ്കിലും ഒരു
ചാനലിൻ്റെ മുന്നിൽ തുറന്ന് പറഞ്ഞാൽ മതി എൻ്റെ ഭാര്യയ്ക്ക് വേറൊരു ഇതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ കാമാന്ന് മിണ്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്നത് പോലെ ആ ഒരൊറ്റ ലൈവ്, ആ ലൈവാണ് അവിടെയുള്ള വലിയ പ്രശ്നങ്ങൾക്ക് കാരണം. പിന്നെ ഇതൊന്നും ആരും അറിയുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഇത് മീഡിയയിൽ പബ്ലിക്കാക്കിയിട്ടില്ല. ഈ ഫിറോസ് ഖാനുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഫിറോസ് ഖാന് വേണ്ടപ്പെട്ട ആൾക്കാരുടെയൊക്കെ അടുത്ത്, അതായത് ഇത് നിങ്ങൾ ആരോടും പറയരുത് എന്നുള്ള തരത്തിൽ അയാൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഇയാളുടെ എന്തെല്ലോ വീഡിയോസൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സീക്രട്ടറി ഏജൻറ്റിയൊക്കെ കമൻറ്റ് ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയായിരിക്കാം. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാരനെ കാണുമ്പോഴുള്ള ഒരു ഇത് മാത്രമാണ്. നേരെ മറിച്ച് ഈ പോക്കുറ്റിയാന്ന് പറയുന്ന ആൾ, അയാളുടെ വീട്ടുകാരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അവരെങ്ങനെയാണ് ഇത് എടുക്കുക? അവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, അയാളുടെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ സജ്ജന എത്രയും പെട്ടെന്ന് പറയുന്നത് പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരിക്കലും ശാശ്വതമല്ല ഇത്. ഈ ഫിറോസ് എന്ന് പറയുന്നവൻ ശരിയാണ്, അയാളുടെ സ്വഭാവം അങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അയാളുടെ ഉള്ളിലൊരു നല്ല മനുഷ്യത്വമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തെ ഒരു കല്യാണത്തിൻ്റെ ഒരു പരാജയത്തിന് ശേഷം അയാൾ നല്ല രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഈ സജ്ജന എന്ന് പറയുന്ന ആ ഒരു യുവതിയെ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയിലൂടെ അവർ രണ്ടുപേരും വന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ പല ഷോയിലും അവർ രണ്ടുപേരും പോകുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉടായിപ്പാണോ ഇനി ഇത് എന്നൊക്കെയുള്ള സംശയവും എനിക്കുണ്ടായിരുന്നു. അതായത് ഇവർക്ക് കടം വന്നതും പിന്നെ എന്ന് പറഞ്ഞാൽ വീട് തല്ലിപ്പൊളിച്ചതുമായിട്ടുള്ള ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നതാണോ എന്നുള്ളൊരു സംശയവും ഉണ്ടായിരുന്നു. ഏതായാലും ഫിറോസ് ഖാൻ്റെ കണ്ണീരിന് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഫലം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരുപാട് പേര്, ഞാൻ പറഞ്ഞല്ലോ അയാളെ പ്രാകാറുണ്ട്, നിൻ്റെ സ്വഭാവം കാരണമാണ് അവൾ പോയത്, നിന്നെ പോലെയുള്ള ഒരുത്തൻ അവൾക്ക് ചേർന്നതല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഫിറോസ് ഖാൻ്റെ ഭാഗത്താണ്. ഇന്ന് അയാളുടെ ആ ഒരു ഭാഗം കേൾക്കാൻ എല്ലാവരും തയ്യാറാകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അയാൾ ഇത്രയും നാൾ അടക്കി പിടിച്ചിരിക്കുന്ന ആ സംഭവം ഒരു അണക്കെട്ട് പോലെ ഇങ്ങനെ, നമ്മൾ ഇടുക്കി അണക്കെട്ട് തുറന്നു വിട്ടില്ലേ എന്ന്, അതേപോലെയാണ് ഇങ്ങനെ പെയ്തൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു സംഭവം തന്നെയാണ് ഇത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുടുംബങ്ങളാണ് ഇങ്ങനെ ആകുമ്പോൾ തകരുന്നത്. ഒരു വേട്ടാവളിയം വന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും ഒരിക്കലും നമ്മളങ്ങ് കയറി ഇറങ്ങി ചെല്ലരുത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുടുംബങ്ങൾ തകരുന്നുണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ. ഈ കൂടുതലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സിനിമാ സംബന്ധമായിട്ടും സീരിയൽ സംബന്ധമായിട്ടൊക്കെയാണ് കൂടുതൽ കുടുംബങ്ങൾ തകരുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു 2-3 കല്യാണം കഴിച്ചവരായിരിക്കാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവരുടെ അസുര അവസാനത്തെ ഇതാണെന്ന് എന്താ അറിയാം, ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു നാറിയ സംഭവമില്ല, അത് തന്നെയാണ്. ഒരു ഫ്രണ്ട്ഷിപ്പും തേങ്ങാക്കൊലിയല്ല. അതായത് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കുക. പക്ഷേങ്കിൽ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന പുറകിലൊരുത്തൻ ഉണ്ടാവുമല്ലോ. ഒരു ലേഡി ഇപ്പം വിചാരിക്കുന്നത് എന്താ പറയുക, എനിക്ക് എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്സാണ് അയാൾ, അങ്ങനെ വിചാരിച്ചിട്ടാണ് അവർ തുടങ്ങുക. പക്ഷേ അവനുണ്ടല്ലോ, അവൻ വെറും കള്ളനായിരിക്കും. അവനിത് എങ്ങനെയെങ്കിലും ഒന്ന് ഗോസിപ്പിലേക്ക് എത്താനും, അതുപോലെ തന്നെ അവനോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേറെ പണിയൊന്നുമില്ലടേ, അതൊന്നും അല്ല, അവൾ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയും. പക്ഷേ ഇവൻ തന്നെ ഉള്ളിലോട്ട് ഇങ്ങനെ തിരിച്ചു കൊണ്ടേയിരിക്കും. കാരണം എന്താ അറിയുക, എങ്ങനെയെങ്കിലും അവളെ കുടുംബം തകർന്നു കഴിഞ്ഞാൽ അവളുടെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ മാറിയിട്ട് പൂർണ്ണമായിട്ടും തൻ്റെ അടുത്തേക്ക് വരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു കുഞ്ഞുമക്കളെ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും മൂന്നാമതൊരു ആൺകുട്ടിയോ ആണുങ്ങളോട് പറയാൻ പാടില്ല. അവന്മാർ നിങ്ങളെ മുതലെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നല്ല രീതിയിൽ അവന്മാർ മുതലെടുക്കും. കാരണം എന്താ അറിയുക, അവൻ്റെ കുടുംബത്തിനൊന്നും പറ്റൂല, ഒരു തേങ്ങാക്കൊലിയും പറ്റൂല. പക്ഷേ അവനോട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരാശ്വാസമായി. ചില ആൾക്കാർ പറയാറുണ്ടല്ലോ, എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരാശ്വാസമായി എന്ന് പറയും. പക്ഷേ അത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തകർച്ചയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ഇനിയെങ്കിലും എല്ലാവരും അവനവൻ്റെ കുടുംബമാണ് വലുത് എന്നുള്ള തരത്തിൽ ജീവിക്കുക. അതായത് ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. പക്ഷേ അതിങ്ങനെ പല ആൾക്കാരുടെ അടുത്തേക്കും പോകാനുള്ളതല്ല. ഒന്നിലൊതുങ്ങിയിട്ട് നമുക്ക് വേണ്ട സാഹചര്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ച് ജീവിക്കുക. നന്ദി, നമസ്കാരം കേട്ടോ. ഹൈപ്പ് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഒന്ന് ശരി എന്നാൽ.